റഷ്യ ജർമ്മനിയോട് കർശനമായ മുന്നറിയിപ്പാണ് നൽകുന്നത്. യുക്രൈനിന് ദീർഘദൂര ടോറസ് ക്രൂയിസ് മിസൈലുകൾ നൽകിയാൽ അത് ബെർലിൻ യുദ്ധത്തിൽ നേരിട്ട് ഇടപെടുന്നതായി കണക്കാക്കും. ജർമ്മനിയുടെ പുതിയ ചാൻസലർ ഫ്രീഡ്രിക് മെർസ് റഷ്യൻ ആക്രമണങ്ങളിൽ നിന്ന് യുക്രൈനിനെ സംരക്ഷിക്കാൻ ഈ നൂതന ആയുധങ്ങൾ കീവിന് നൽകാൻ തുറന്ന മനോഭാവം കാണിക്കുന്നതിനിടയിലാണ് റഷ്യയുടെ മുന്നറിയിപ്പ്. ടോറസ് മിസൈൽ വലിയ മാറ്റങ്ങളായിരിക്കും കൊണ്ടുവരിക. 500 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഈ മിസൈൽ റഷ്യയുടെ താഴ്ന്ന പ്രദേശങ്ങളിൽ റഷ്യയെ ക്രിമിയയുമായി ബന്ധിപ്പിക്കുന്ന പാലം പോലുള്ള നിർണായക സൗകര്യങ്ങൾ ലക്ഷ്യമിടാൻ കഴിയും. റഡാറിൽ പിടിക്കപ്പെടാതെ താഴ്ന്നു പറക്കുന്ന ഈ മിസൈൽ ബ്രിട്ടൻ, ഫ്രാൻസ്, US എന്നിവിടങ്ങളിൽ നിന്ന് യുക്രൈനിന് ഇതിനകം ലഭിച്ച മിസൈലുകളേക്കാൾ മികച്ചതാണ്. ഈ നടപടി യൂറോപ്യൻ സഖ്യകക്ഷികളുമായി ഏകോപിപ്പിച്ചായിരിക്കും. അവർ ഇതിനകം തന്നെ ഇത്തരം ആയുധങ്ങൾ നൽകുന്നുണ്ട്, മെർസ് പറയുന്നു. തന്ത്രപ്രധാന ലക്ഷ്യങ്ങൾ ആക്രമിക്കാനും യുദ്ധഭൂമിയിലെ തിരിച്ചടികൾക്കിടയിൽ ആത്മവീര്യം വർദ്ധിപ്പിക്കാനും യുക്രൈനിന് ഈ മിസൈലുകൾ അത്യന്താപേക്ഷിതമാണ്. ഇവ ഇരട്ട വാർഹെഡ് ഡിസൈൻ, കോൺക്രീറ്റ് ഘടനകളും ഭൂഗർഭ ബങ്കറുകളും നശിപ്പിക്കാൻ അനുയോജ്യമാണ്. യുദ്ധത്തെ കൂടുതൽ വഷളാക്കുമെന്നും തങ്ങളുടെ പ്രധാന വിതരണപാതകളെ ഭീഷണിയിലാക്കുമെന്നും റഷ്യ ഭയപ്പെടുന്നു. പ്രധാന പ്രശ്നം മുൻ ചാൻസലർ ഒലാഫ് ഷോൾസ് ടോറസ് മിസൈലുകൾ നൽകുന്നതിനെ എതിർത്തു എന്നതാണ്. ഇപ്പോഴും പുതിയ സർക്കാരിന്റെ ഭാഗമായ അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് ഇതിൽ സംശയമുണ്ട്. കൂടാതെ ജർമ്മനിക്ക് ആവശ്യത്തിന് മിസൈലുകളോ പീരങ്കി ഷെല്ലുകളോ ഇല്ലായിരിക്കാം. യുക്രൈനിന് ധാരാളം പീരങ്കി ഷെല്ലുകൾ ആവശ്യമാണ്. എന്നാൽ റഷ്യയുടെ ഉൽപാദനശേഷിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ജർമ്മനിക്ക് മാത്രം ഈ ആവശ്യം നിറവേറ്റാൻ കഴിയില്ലെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. സമാധാന ചർച്ചകളിൽ യുക്രൈന്റെ പ്രതിരോധവും നിലപാടും ശക്തിപ്പെടുത്താൻ യൂറോപ്പ് ശ്രമിക്കുമ്പോൾ ടോറസ് മിസൈലുകളെ ചൊല്ലിയുള്ള തർക്കം നിർണായക വഴിത്തിരിവാണ്. പുതിയ ജർമ്മൻ സർക്കാർ അതിരുകടക്കുമോ അതോ ജാഗ്രത പാലിക്കുമോ? ഈ നിർണായക തീരുമാനം എങ്ങനെ വികസിക്കുമെന്ന് കാത്തിരുന്ന് കാണാം. ഈ തർക്കത്തിന് 2 സാധ്യതകളാണ് കാണുന്നത്. ജർമ്മനി ടോറസ് മിസൈലുകൾ നൽകിയാൽ ഇത് യുക്രൈന്റെ സൈനിക കഴിവുകളെ പിന്തുണയ്ക്കുന്നതിനും സംഘർഷത്തിൽ അധികാര സന്തുലിതാവസ്ഥ മാറ്റുന്നതിനുമുള്ള പ്രതിബദ്ധത പ്രകടമാക്കും. നയതന്ത്രത്തിന് മുൻഗണന നൽകുകയും പ്രശ്നങ്ങൾ കൂടുതൽ വഷളാകുന്നത് ഒഴിവാക്കുകയും ചെയ്യുന്നു. ടോറസ് മിസൈലുകളെക്കുറിച്ചുള്ള ചർച്ച അന്താരാഷ്ട്ര ബന്ധങ്ങളുടെ സങ്കീർണതകളെയും റഷ്യയുമായുള്ള സംഘർഷത്തിൽ യുക്രൈനെ പിന്തുണയ്ക്കുന്നതിലെ വെല്ലുവിളികളെയും എടുത്തു കാണിക്കുന്നു. യൂറോപ്പ് നിർണായക ഘട്ടത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ വിപുലമായ സൈനിക സഹായം നൽകണമോ എന്ന തീരുമാനം മേഖലയുടെ ഭാവിയിൽ കാര്യമായ സ്വാധീനം ചെലുത്തും. ആത്യന്തികമായി ജർമ്മനി ധീരമായ നിലപാട് സ്വീകരിക്കാനോ ജാഗ്രതയോടെയുള്ള സമീപനം നിലനിർത്താനോ ഉള്ള സന്നദ്ധതയെ ആശ്രയിച്ചിരിക്കും ബാക്കി കാര്യങ്ങൾ.